കടലിലെ ഒഴുകും കൊട്ടാരം എന്ന വിശേഷണത്തോടെ ലോകത്തിനു മുഴുവൻ വിസ്മയമായി പ്രയാണം ആരംഭിച്ച റോയൽ മെയിൽ സ്റ്റീമർ ടൈറ്റാനിക് എന്ന അത്യാഡംബര കപ്പലിന്റെ ദുരന്തയാത്രയെ അഭ്രപാളിയിലേക്ക് പകർത്തിയപ്പോൾ പ്രേക്ഷകർ താരങ്ങളായി ഏറ്റെടുത്തത് ജാക്കിനെയും റോസിനെയും ആയിരുന്നു. എന്നാൽ കത്തോലിക്കർ പോലും വേണ്ടത്ര പരിഗണന നൽകാതെ മുങ്ങിത്താണ കപ്പലിനൊപ്പം വിസ്മൃതിയിലാണ്ട ഫാദർ തോമസ് ബൈൽസ് എന്ന വൈദികന്റെ വീരഗാഥ പ്രത്യേക ശ്രദ്ധ നേടുന്നതാണ്. ടൈറ്റാനിക്കിൽ മരിക്കാൻ വിധിക്കപ്പെട്ടവർക്കൊപ്പം നിൽക്കാൻ സ്വന്തം ജീവൻ ബലിയർപ്പിച്ച നല്ല ഇടയൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാം ഈ ധീരപുരോഹിതനെ. ടൈറ്റാനിക്കിന്റെ ചരിത്രപരമായ കന്നിയാത്രയുടെ 4-ാം ദിനത്തിൽ, അതായത് 1912 ഏപ്രിൽ 14 ഞായറാഴ്ച, ഫാദർ തോമസ് ബൈൽസ് ടൈറ്റാനിക് കപ്പലിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയുണ്ടായി. പ്രാർത്ഥനയെ ജീവിത പരിചയായി അണിയേണ്ടതിനെപ്പറ്റിയും ആത്മീയ ജീവിതമാകുന്ന കപ്പൽ തകർച്ചയിൽ അകപ്പെടുമ്പോൾ ആത്മാവിനെ രക്ഷിക്കാനുള്ള കൂദാശകളെക്കുറിച്ചും അദ്ദേഹം പ്രസംഗിച്ചത് എങ്ങനെയെന്ന് കപ്പലിലുണ്ടായിരുന്നവർ പിന്നീട് അനുസ്മരിക്കുകയുണ്ടായി. ആ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ട് ആ വൈദികൻ മുകളിലത്തെ ഡെക്കിലൂടെ നടക്കുമ്പോൾ ആയിരുന്നു ടൈറ്റാനിക് നിർഭാഗ്യകരമായി മഞ്ഞുമലയിലിടിച്ച വൻ ദുരന്തം സംഭവിച്ചത്. 2 പ്രാവശ്യം ലൈഫ് ബോട്ടിൽ രക്ഷപ്പെടാൻ അവസരം ലഭിച്ചിട്ടും കുമ്പസാരിപ്പിക്കാനും പ്രാർത്ഥനകൾ നയിക്കാനുമായി ഫാദർ ബൈൽസ് കപ്പലിൽ തുടർന്നു. രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ സഹയാത്രികരുടെ ആത്മരക്ഷയ്ക്കായി അദ്ദേഹം ത്യജിച്ചു. ലൈഫ് ബോട്ടുകളിൽ രക്ഷപ്പെട്ടവർ പിന്നീട് കപ്പലിൽ നിന്ന് ഫാദർ ബൈൽസിന്റെ നേതൃത്വത്തിൽ ജപമാല പ്രാർത്ഥനകൾ ഉയർന്നു കേട്ടിരുന്നതായി സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. പുലർച്ചെ 2 മണിക്ക് ശേഷം കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് തെന്നിമാറി അപ്രത്യക്ഷമായി. ആകെയുണ്ടായിരുന്ന 2223 യാത്രക്കാരിൽ 1517 പേർ മരണപ്പെട്ടവരിൽ ഒരാൾ ഫാദർ ബൈൽസ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ശരീരം പോലും ആ വൻ ദുരന്തത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. ബ്രൂക്ലിനിൽ സ്വസഹോദരൻ വില്യം ബൈൽസും പ്രതിശ്രുത വധുവും തമ്മിലുള്ള വിവാഹം ആശീർവദിക്കാനായിരുന്നു ഫാദർ തോമസ് ബൈൽസ് ടൈറ്റാനിക്കിൽ യാത്ര തിരിച്ചത്. 1 വർഷത്തിനു ശേഷം വില്യമും ഭാര്യയും റോമിലേക്ക് പോയി ഫാദർ ബൈൽസിന്റെ ജീവിതകഥ അന്നത്തെ മാർപ്പാപ്പയായിരുന്ന പിയൂസ് 10 മാർപ്പാപ്പയുമായി അനുവദിച്ച ഒരു സ്വകാര്യ സദസ്സിൽ പങ്കുവയ്ക്കുകയുണ്ടായി. ഫാദർ ബൈൽസിനെ വിശ്വാസത്തിന്റെ രക്തസാക്ഷി എന്നാണ് പിയൂസ് 10 പാപ്പ വിശേഷിപ്പിച്ചത്. 2015 ഫാദർ ബൈൽസിന്റെ നാമകരണ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. ചർച്ച് ഡെസ്ക്, ഷെക്കേന ന്യൂസ്.